ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സുഖമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമ്മുടെ താന്തോന്നിയായ സേവിസിൻ്റെ കഥ കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് പുതിയൊരു താന്തോന്നിയുടെ കഥ ആരംഭിക്കുകയാണ്. അതൊരു ഇച്ചായൻ തന്നെയാണ്, എബിച്ചായൻ. ഏതായാലും ഹിമാനവീൻ എഴുതുന്ന മനോഹരമായ വജ്ര എന്ന കഥ ഇന്ന് മുതൽ ആരംഭിക്കുകയാണ്. പ്രോത്സാഹനം പ്രതീക്ഷിക്കുകയാണ്. വജ്ര, രചന ഹിമാനവീൻ, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷെരീച്ച് പൂനൂർ. എവിടെയായിരുന്നു തമ്പുരാട്ടി ഇത്ര ദിവസം? പനിയായിരുന്നുകൊണ്ട് 5-6 ദിവസത്തിന് ശേഷം കോളേജിന്റെ വരാന്തയിലേക്ക് കയറുമ്പോഴാണ് പരിഹാസങ്ങൾ എന്ന ആ ചോദ്യം കേട്ടത്. തിരിഞ്ഞു നോക്കാത്ത തന്നെ ആളെ മനസ്സിലായതുകൊണ്ട് ചുണ്ടിൽ ഒളിച്ച് കളിച്ച ചിരിയെ മനഃപൂർവ്വം മായ്ച്ചു കളഞ്ഞ് പുച്ഛത്തോടെ പിന്തിരിഞ്ഞ് നോക്കി ഞാൻ. ആ നോട്ടമേറ്റവന്റെ കണ്ണുകൾ പതറിയത് വ്യക്തമായി ഞാൻ കണ്ടു. മുഖത്ത് ഗൗരവം വരുത്തി ദൃഷ്ടിയൊന്നുകൂടി കടുപ്പിച്ച് ആ മുഖത്തേക്ക് തന്നെ നോക്കി കൈകെട്ടി നിന്നു. ആദ്യത്തെ പതർച്ച മാറി കൃത്രിമമായ ദേഷ്യവും ആവശ്യമില്ലാത്ത ശൗര്യവും ഭാവിച്ച് തറപ്പിച്ച് നോക്കുന്നവനോട് ഉള്ളിലെന്നോ തോന്നി തുടങ്ങിയ ഇഷ്ടത്തെ ഒളിച്ചു വെച്ച് ചെറഞ്ഞു നോക്കുമ്പോൾ ആ കണ്ണിൽ അവൻ കാണിക്കുന്ന ദേഷ്യവും അതിൽ മറച്ചു വെക്കുന്ന പരിഭവവും ഒരു വേള എൻ്റെ ഹൃദയത്തെയും തെല്ലുലച്ചിരുന്നു. പക്ഷേ ഉള്ളു തുറക്കാൻ കഴിയില്ലായിരുന്നു. കാരണം താൻ പോലും അറിയാതെ ഉള്ളിൽ നിന്നൊരു നെടുവീർപ്പ് തിരുന്നുപോയി. അഭിമുഖമായി ശൗര്യത്തോടെ നിൽക്കുന്നവനും അതറിയാം. അതിൻ്റെ പ്രതിഷേധമെന്ന പോലെ പല്ലിറുമിക്കൊണ്ട് സ്വയം ശാന്തനാവാൻ ശ്രമിക്കുകയാണ് അവൻ. ആ നിമിഷത്തെ മറികടക്കാനെന്ന വണ്ണം വീണ്ടും ഞാൻ എൻ്റെ കണ്ണുകളിൽ പരിഹാസഭാവം നിറച്ചു. എവിടെയാണെങ്കിലും തന്നോട് ബോധിപ്പിക്കേണ്ട കാര്യമുണ്ടോ? ആട്ടെ, ഞാൻ വന്നില്ലെങ്കിൽ തനിക്കെന്താ? ഓരോന്ന് പറഞ്ഞ് എന്നെ മെക്കിട്ട് കയറാൻ പറ്റാത്ത സങ്കടമായിരിക്കുമല്ലേ? അതാണല്ലോ മിസ്റ്റർ എബിൻ മാത്യൂസിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഹോബി. എത്ര വേണ്ടെന്ന് വെച്ചിട്ടും പറഞ്ഞു കഴിയുമ്പോൾ ചുണ്ടിലൊരു കുസൃതി ചിരി തെന്നി ഒളിച്ചു. പക്ഷെ ആ കണ്ണുകളിൽ തീ ആളുന്നുണ്ടോ എന്ന് പോലും തോന്നിപ്പോയി. ദയിപ്പിക്കും പോലെയാണ് നോട്ടം. അവന്റെ മുഷ്ടിയുള്ളെന്ന് കണ്ട് ഉള്ളിലൊരാന്തൽ വന്നു പോയി. ശ്വാസമൊന്ന് നീട്ടിയെടുത്ത് മറ്റെങ്ങോട്ടോ നോക്കി. നല്ല അസല് പനിയായിരുന്നു, അതാ ഞാൻ. തെളിവ് പതർച്ചയോടെയുള്ള എൻ്റെ മറുപടി കേട്ട് ആ ദേഷ്യമയഞ്ഞതും നെടുവീർപ്പിടുന്നതും നോക്കാതെ തന്നെ എനിക്ക് കാണാമായിരുന്നു. വരാന്തയിൽ നിന്ന് ഗ്രൗണ്ടിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന എൻ്റെ അതേ പൊസിഷനിൽ കുറച്ച് അകലമിട്ടവൻ കൈകൾ യൂണിഫോമിന്റെ പാൻസിന്റെ പോക്കറ്റിലിട്ട് മഞ്ഞപ്പൂമരത്തിലേക്ക് നോക്കി. ഭേദമായി ശരിക്കും? ആ ശബ്ദത്തിൽ ആർദ്രത ഒരു വേള നെഞ്ചിലൊരു വിങ്ങൽ തീർത്തു. തലയിരിച്ച് എന്നെ നോക്കാതെ നോക്കുന്ന ആ കണ്ണുകളിലേക്ക് നോക്കി ഞാൻ മൂളുമ്പോൾ തമ്മിൽ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ലാത്ത ഞങ്ങളുടെ പ്രണയം ഇരു ഹൃദയത്തെയും വരിഞ്ഞു മുറുക്കുന്നുണ്ടായിരുന്നു. ഇടനെഞ്ചിൽ കൈ ചേർത്തവൻ പതിയെ കണ്ണടച്ച് ശ്വാസം ഒന്ന് നീട്ടിയെടുക്കുന്ന കണ്ടു. അപ്പോഴേക്കും ധൃതിയിൽ ഞാൻ എൻ്റെ നോട്ടം പിൻവലിച്ചിരുന്നു. അത് ഞാൻ അവനെന്തോ പറഞ്ഞു തുടങ്ങിയാണ്. എൻ്റെ ഉള്ളിൽ ഒരു തിരമാല ഇരമ്പി വരും പോലെ. കഴിഞ്ഞ 5 വർഷങ്ങളായി നോട്ടത്തിലൂടെ, വഴക്കിലൂടെ, തർക്കങ്ങളിലൂടെ, പറയാതെ പറഞ്ഞ പരിഭവങ്ങളിലൂടെ നാം എടുത്തൊരു പ്രണയം ഞങ്ങൾക്ക് ഇരുവരിലുമുണ്ട്. തുറന്നു പറയാൻ അവനോ എനിക്കോ ഇന്നുവരെ കഴിഞ്ഞിട്ടില്ലാത്ത, അല്ലെങ്കിൽ നിവൃത്തികേടുകൊണ്ട് അതിനുള്ള സാഹചര്യം ഒഴിവാക്കി വിടുകയോ ചെയ്ത ഞങ്ങളുടെ ഹൃദയത്തിൽ ഊറിയ പരസ്പര സ്നേഹം ഇന്ന് ഈ നിമിഷം അവൻ എന്നോട് തുറന്നു പറയാൻ ഒരുങ്ങുകയാണോ എന്നൊരു പരിഭ്രമം എന്നിൽ നിറഞ്ഞു. നെഞ്ചുവല്ലാതെ മിടിക്കുന്നുണ്ട്. അവിടെ അവൻ്റെ അങ്ങനെയായിരിക്കണം. വാശിയും ദേഷ്യവും ഉണ്ടെങ്കിലും ജെനുവിനാണവൻ. അവനറിയാവുന്നവർക്കെല്ലാം ആ അഭിപ്രായം തന്നെയാണ്. എബി എന്ന് വിളിക്കുന്ന എബിൻ മാത്യൂസ്. എന്നെ പോലെ എഞ്ചിനീയറിംഗ് 3-ാം വർഷം. പക്ഷെ എൻ്റെ ഡിപ്പാർട്ട്മെന്റ് അല്ല. ഞാൻ കമ്പ്യൂട്ടർ സയൻസും, അവൻ സിവിലും. എബിനെന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെ ശ്വാസം വലിച്ചുവിട്ട് കണ്ണ് നടച്ചു തുറന്ന് എനിക്ക് അഭിമുഖമായി നിന്ന നിമിഷം അത് കേൾക്കാൻ കൊതിച്ചുകൊണ്ട് 1000 കാതുകൾ വേണമെന്ന് എനിക്ക് തോന്നി. പക്ഷെ അതേ നിമിഷം ആശങ്കയോടെ എൻ്റെ കണ്ണുകൾ മറ്റൊരാളെ തിരഞ്ഞിരുന്നു. എല്ലായ്പ്പോഴും ആ സാന്നിധ്യം തന്നെയാണ് എബിനും എനിക്കുമിടയിൽ മതിൽ തീർക്കുന്നത്. നിസ്സഹായയാണ് ഞാൻ. ആ മതിൽ തകർക്കാൻ കഴിയാത്തവണ്ണം എനിക്ക് പ്രിയപ്പെട്ടവൻ അവനൊരുത്തൻ. എൻ്റെ ഇരുകണ്ണുകൾ എന്ന പോലെ ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ സഹോദര തുല്യരായ ആത്മസുഹൃത്തുക്കൾ, 2 പേരിൽ ഒരാൾ. വജ്ര! പറകിൽ നിന്ന് കിതപ്പോടെ ആവരാതിയുടെ ആകാംക്ഷയോടെയുമുള്ള വിളി. പ്രണവ്! ചുണ്ടിൽ പുഞ്ചിരിയും ഇടനെഞ്ചിൽ പിടച്ചിലുമായി ആ പേരുച്ചരിച്ചുകൊണ്ട് തിരിയാൻ തുടങ്ങും മുമ്പേ എബിന്റെ കണ്ണിൽ നിരാശയും ദേഷ്യവും നിസ്സഹായതയും പ്രതിഫലിച്ചുകൊണ്ട് ആ കവിളിലുകൾ മുഴക്കുന്നതും നെടുവീർപ്പോടെ ഞാൻ കണ്ടു. പറയാനൊരു മറുപടി എനിക്കില്ല. പ്രണവ്, അവനും ബഷീറും എൻ്റെ ആത്മാവ് തന്നെയാണ്. ഒരിക്കലും മാറ്റിർത്താൻ കഴിയാത്ത എൻ്റെ കൂടപ്പിറപ്പുകൾ. കിതപ്പോടെ ഓടി അടുത്തെത്തിയ പ്രണവിന്റെ കണ്ണുകൾ എനിക്ക് പിറകിലേക്ക് എത്തി നിന്നും ഒരു നിമിഷം കൊണ്ട് അവന്റെ ഭാവം മാറി. കണ്ണുകൾ കൂർത്തു. പോരുകോഴികളെ പോലെ ചറഞ്ഞു നോക്കുന്ന 2 പേരെയും നിസ്സഹായതയോടെ ഞാൻ നോക്കി. നീ വാ. എബിനെ ഒന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് എൻ്റെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് പ്രണവ് മുന്നോട്ട് നടന്നപ്പോൾ ദയനീയമായി ഞാനൊന്ന് പിന്തിരിഞ്ഞു നോക്കി. പല്ലിറുമി നിൽക്കുകയാണ് എബിൻ. അവന്റെ മുഷ്ടി ചുരുണ്ടിട്ടുണ്ട്. എന്തുവാടിയെന്ന് നിസ്സഹായമായി മൗനമായി പറയാതെ പറഞ്ഞ് ദേഷ്യവും വാശിയും പരിഭവം നിറഞ്ഞ ഭാവത്തിലേക്ക് ആ മുഖം മാറുന്നുണ്ടായിരുന്നു. പ്രണവ് പിടിച്ചിരിക്കുന്ന എൻ്റെ കയ്യിലേക്കും എൻ്റെ മുഖത്തേക്ക് ഒരിക്കൽ കൂടി നോക്കി ദേഷ്യത്തോടെ മുഖം വെട്ടിച്ച് തിരിഞ്ഞിരുന്ന എബിനെ
നെടുവീർപ്പോട് നോക്കുന്നേരം പ്രണവിന്റെ വിരലുകൾ എൻ്റെ കൈകളെ വേദനിപ്പിക്കുമെന്ന് കോർക്കുകയും നടത്തതിന് വേഗത കൂട്ടുകയും ചെയ്തിരുന്നു. പിന്നെ ഒരു തിരിഞ്ഞു നോട്ടം നോക്കാതെ തെള്ളി നിരാശയോടെ ആ വരാന്തയിലൂടെ ഞാൻ അവനൊപ്പം നടന്നു. ബഷി എവിടെയാടാ? ആ ചോദ്യമൊന്നും അവൻ കേട്ടതായി പോലും ഭാവിച്ചില്ല. കയ്യിലെ മുറുക്കം കൂടുന്നുണ്ടെന്ന് മാത്രം. എബിനുമായി സംസാരിച്ചെന്ന് അവനെയും അങ്ങേയറ്റം പ്രകോപിപ്പിച്ചിട്ടുണ്ട്. അറിയാൻ തനിക്കത്. എന്നു തീരെ ഇവർ തമ്മിലുള്ള യുദ്ധമെന്നോർത്ത് നെടുവീർപ്പെട്ടു പോയി താൻ. കോളേജിലെ ഞങ്ങളുടെ ഫ്രഷേഴ്സ് ഡേയുടെ അന്ന് തുടങ്ങിയതാണ് എബിന്റെ ഡിപ്പാർട്ട്മെന്റും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റും തമ്മിലുള്ള പോര്. പ്രധാനമായും ഇവര് രണ്ടുപേരും തമ്മിൽ. ചെറിയ റാഗിങ്ങിന്റെ പേരിൽ സീനിയേഴ്സ് തുടങ്ങിയ പ്രശ്നം കറങ്ങി തിരിഞ്ഞ് പിന്നെ ജൂനിയേഴ്സായ പ്രണവ് എബിനും തമ്മിലായി. കോഴ്സിന്റെ സ്റ്റാൻഡേർഡും സാധ്യതകളും പറഞ്ഞുള്ള കളിയാക്കലിൽ തുടങ്ങി തറവാട്ട് മഹിമയിലേക്ക് വരെ എത്തിയിരുന്നപ്പോൾ എബിന്റെ സർവ്വ നിയന്ത്രണവും അറ്റുപോയിരുന്നു. അത്യാവശ്യം സമ്പന്ന കുടുംബത്തിൽ പിറന്നാണെങ്കിലും എബിന്റെ അമ്മ വിവാഹത്തിലെന്ന് ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ ഇറങ്ങിപ്പോയ കഥയും അതിന്റെ പേരിൽ ആ തറവാടിന്റെ അന്തസ്സും അഭിമാനവും നാട്ടുകാരുടെ നാവിൻ തുമ്മിൽ കിടന്ന് വിചാരണ ചെയ്യപ്പെട്ടപ്പോൾ എന്നേക്കുമായി അവൻ അമ്മയെ വീട്ടുകാർ പടിയടച്ച് പിണ്ണം വെച്ച കഥ വരെ പ്രണവ് വിളിച്ചു പറഞ്ഞു. കൂട്ടത്തല്ലിലേക്ക് കലാശിക്കും മുമ്പേ പ്രിൻസിപ്പളും അധ്യാപകരും ഇടപെട്ടുകൊണ്ട് പ്രണവ് നിസ്സാര പരിക്കളോടെ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ഒരു മാസം എഴുന്നേൽക്കാനാവാത്ത വിധം കിടത്തിയൻ എബിൻ അവനെ. 6 വിരലൻ. വഴക്ക് തുടങ്ങിയ സമയം എബിൻ എല്ലാവർക്കും മുമ്പിൽ പ്രണവിനെ കളിയാക്കി വിളിച്ചതാണ് അവൻ അത്രമേൽ കൽപ്പിച്ചത്. ആ വാക്ക് അവനത് സഹിക്കാനാവില്ല. ഇടത് കൈയിലും ഇടത് കാലിലും വളഞ്ഞിൽക്കുന്ന 6ാമത്തെ ചെറുവിരൽ തന്റെ വൈകല്യവും നാണക്കേടുമായി കരുതുന്ന പ്രണവിന് ആ വിളി പരിസരബോധം നഷ്ടപ്പെടുത്തും. ജോത്സ്യനായ അവന്റെ മുത്തശ്ശന്റെ പ്രവചനം 6ാം വിരലോടെ പിറന്നവൻ തറവാടിന്റെ വേരെറുക്കാൻ കാരണമായി തീരാമെന്നാണ്. അവനെ അത് പറഞ്ഞ് കുറ്റപ്പെടുത്താൻ മുത്തശ്ശൻ ആരെയും സമ്മതിക്കില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അമ്മാവന്മാരും അമ്മായിമാരും വേണ്ടുവോളം കുത്തുവാക്ക് പറഞ്ഞവനെ വേദനിപ്പിക്കാറുണ്ട്. എല്ലാം തനിക്കും ബഷീറിനും എബിനും മാത്രം അറിയാവുന്ന കാര്യമാണ്. എബിന്റെ പപ്പയുടെ കുടുംബം ഈ നാട്ടിൽ തന്നെ ഉള്ളവരാണ്. ഒരു സാധാരണ മിഡിൽ ക്ലാസ് ക്രിസ്ത്യൻ കുടുംബം. പപ്പ അവന്റെ അമ്മയെ വിളിച്ചിറക്കിക്കൊണ്ടുവന്ന് മിന്നേറ്റി ജീവിച്ചു തുടങ്ങിയ ശേഷം അമ്മ അവരുടെ തറവാട്ടിൽ എങ്ങനെ രാജകുമാരിയെ ജീവിച്ചോ അതുപോലെ തന്നെ നോക്കണമെന്ന വാശിയോ ആഗ്രഹം കൊണ്ട് അത്രയേറെ പ്രയത്നിച്ച് അദ്ദേഹം ആഗ്രഹിക്കും പോലെ ഫിനാൻഷ്യൽ പൊസിഷൻ നേടിയെടുക്കാൻ കഴിഞ്ഞത് വളരെ വേഗത്തിലാണ്. എബിൻ ജനിച്ച ശേഷം ബിസിനസ് കൂടുതൽ വളർന്നിട്ടേയുള്ളൂ. ഫർണിച്ചർ ബിസിനസ്സാണ്. 6 ഷോപ്പുണ്ട് അവർക്കിപ്പോൾ. +1 മുതലാണ് താനും പ്രണവും ബഷീറും ഫ്രണ്ട്സ് ആവുന്നത്. പ്രണവിന്റെ മുത്തശ്ശന്റെ സുഹൃത്താണ് എന്റെ മുത്തശ്ശൻ. 10ാം ക്ലാസ് വരെ അമ്മയുടെ നാട്ടിലായിരുന്നു ഞങ്ങൾ. അവിടെയായിരുന്നു അച്ഛന് ജോലി. അമ്മാവനും അച്ഛനും തമ്മിലുണ്ടായ ഭൂമി തർക്കവും അതിനോടനുബന്ധിച്ച പ്രശ്നങ്ങളും കാരണം ട്രാൻസ്ഫർ വാങ്ങി മുത്തശ്ശന്റെ ഈ നാട്ടിലേക്ക് വന്നതാണ്. പെൺകുട്ടികൾ മാത്രം പഠിച്ചിരുന്ന സ്കൂളിൽ നിന്നും പെട്ടെന്ന് മിക്സഡ് സ്കൂളിലെത്തിയപ്പോൾ ആകെ അങ്കലാപ്പായിരുന്നു എനിക്ക്. പക്ഷേ പ്രണവ് വളരെ വേഗത്തിൽ അവനെന്റെ ഏറ്റവും നല്ല സുഹൃത്തായി മാറി. ഞങ്ങളുടെ കൂട്ടിലേക്ക് ബഷീർ വന്നതോടെ സ്കൂളിൽ ത്രിമൂർത്തികൾ എന്നറിയപ്പെട്ടു ഞങ്ങൾ. ആ സൗഹൃദത്തിന്റെ പവിത്രതയും ആഴവും സ്കൂളിലെ എല്ലാവർക്കും അറിയാം. മുത്തശ്ശന്മാരുടെ അടുപ്പവും ഇരു കുടുംബങ്ങളുടെ സൗഹൃദവും തന്നെയാണ് കാരണം. എബിൻ അവനും ഞങ്ങൾ അതേ ക്ലാസ്സിൽ തന്നെയായിരുന്നു. ക്ലാസ് തുടങ്ങി 1 മാസം കഴിഞ്ഞാണ് ഞാൻ ആ സ്കൂളിൽ ചേർന്നത്. പക്ഷേ പിന്നെ 2 മാസം കഴിഞ്ഞാണ് ആദ്യമായി ഞാൻ അവനെ കാണുന്നത്. ഒരു ചെറിയ ആക്സിഡന്റ് പറ്റി ചികിത്സയിലായിരുന്നു അത്രേ. ക്ലാസ്സിലേക്ക് കയറി ഒന്ന് ഇരിക്കാൻ തുടങ്ങും മുമ്പെയാണ് എന്റെ മുഖം അവൻ കാണുന്നത്. എന്തോ പരസ്പരം 2-3 സെക്കൻഡ് ഞങ്ങളുടെ കണ്ണുകൾ കോർത്തു. പ്രണവ് അവന്റെ ബെഞ്ചിന് മുകളിൽ ശക്തിയോടെ 2 തട്ട് കെട്ടിയപ്പോഴാണ് ഞെട്ടിക്കൊണ്ട് ഞങ്ങൾ നോട്ടം പിൻവലിച്ച്. ഞാൻ എന്താന്നൊക്കെ മറ്റു 2 കുട്ടികളോട് ചോദിക്കുന്നത് ബ്രേക്ക് ടൈമിൽ ഞാൻ കേട്ടിരുന്നു. പ്രണവിനോട് അവനെ പറ്റി ചോദിച്ചപ്പോൾ ദയിപ്പിച്ചത് നോക്കി. അവൻ ആരോ ആയിക്കോട്ടെ, നീ മൈൻഡ് ചെയ്യാൻ പോകണ്ട. വഴക്കാളിയാണെന്നൊക്കെ ദേഷ്യപ്പെട്ട് പറഞ്ഞ് ഗ്രൗണ്ടിലേക്ക് ഒറ്റ പോക്ക്. അന്തിച്ചെന്ന് എന്നോട് പിന്നീട് ബഷീറാണ് കഥകളൊക്കെ പറഞ്ഞ്. പ്രണവ് അവനും ചെറിയ ക്ലാസ് മുതലേ ശത്രുക്കളാണ്. 6 വിരലെന്ന് വിളിച്ച് കളിയാക്കിയപ്പിനും സ്വന്തം ബന്ധുക്കൾ ആട്ടിയാറ്റുന്ന വൃത്തിയേട്ട ജന്മെന്ന് തിരിച്ചു വിളിച്ച് പ്രണവ് നാളിതുവരെ പോര് തുടരുന്നു. ലഞ്ച് ബ്രേക്കിൽ ചോറുന്നതിനിടയിൽ എബിന്റെ കുറ്റങ്ങൾ തനിക്കരികിൽ നിന്ന് പ്രണവ് പറയുമ്പോൾ എന്റെ കണ്ണുകൾ അവിടെ പുറത്ത് ഒരു വലിയ മരത്തിന് താഴെ ഇരിക്കുന്ന എബിയിലായിരുന്നു. സ്ഥിരമായി ചോറ് കൊണ്ടുവരാത്തൊരു കുട്ടിയെ അരികിൽ പിടിച്ചിരുത്തി സ്വന്തം ചോറ്റുപാത്രം അവന് കൊടുത്ത് അതിൽ നിന്ന് അല്പെടുത്ത് പാത്രത്തിൽ മൂടിൽ വെച്ച് കഴിക്കുകയാണ് അവൻ. എന്റെ ചുണ്ടിൽ ഞാൻ പോലും അറിയാതെ ഒരു ചിരി വിരിഞ്ഞു. ആ സമയത്ത് തന്നെയാണ് എബിൻ ഇങ്ങോട്ട് നോക്കിയത്. എന്റെ ചിരി കണ്ട് ഒന്ന് സൂക്ഷിച്ച് നോക്കുന്ന കണ്ടു. അരികിലിരിക്കുന്ന പ്രണവിനെയും ബഷീറിനെയും മാറി മാറി അവൻ നോക്കി. ഇരുവരും ചോറുണെന്ന തിരക്കിനാണ്. വീണ്ടും എന്റെ മുഖത്ത് നോക്കിയ നിമിഷം കുഞ്ഞു ചിരിയോടൊരു കണ്ണടച്ച് തുറന്നു. എന്റെ കണ്ണു മിഴിഞ്ഞു പോയി. ജീവിതത്തിലെ ആദ്യ അനുഭവം. ആകെ ഒരു വിറയിൽ ശരീരമാകെ പടർന്നു. പരിഭ്രമത്തോടെ മിഴികൾ താഴ്ത്തുമ്പോൾ ചുണ്ടിലൊരു ചിരി ബാക്കി നിന്നുപോയി. അതവൻ കണ്ടിരുന്നിരിക്കണം. പിന്നീട് പലപ്പോഴായി ഞങ്ങളുടെ കണ്ണുകൾ കോർത്തിരുന്നു. അറിയില്ല, എബി എന്ന് ആരെങ്കിലുമൊക്കെ നീട്ടി വിളിക്കുന്ന കേൾക്കുമ്പോൾ അറിയാതെ ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് അവനെ തിരഞ്ഞു പോകും. അത് കാണാൻ മോഹിച്ചവൻ ഇടം കണ്ണിട്ട് നോക്കിയിരിക്കുന്നുണ്ടാവും. എൻ്റെ കള്ളത്തരം കണ്ടുപിടിക്കാനെന്ന പോലെ കറക്റ്റായി ഞാൻ പിടിക്കപ്പെടും. ചമലോടെ മുഖം താഴ്ത്തുമ്പോൾ മറ്റെങ്ങോ നോക്കിയവൻ ചിരിക്കുന്നുണ്ടാവും. എബി എൻ്റെ മനസ്സിൽ കയറിക്കൂടിയതിന് പ്രധാന കാരണം അവന് മറ്റുള്ളവരുടെ സഹാനുഭൂതി തന്നെയാണ്. ആരും ശ്രദ്ധിക്കാതെ പോകുന്ന അവൻ്റെ നന്മകൾ എൻ്റെ കണ്ണിൽ പെടും. അല്ല, ഞാൻ തേടി പിടിക്കുമെന്നാണ് ശരി.
സ്കൂളിലെ പല പ്രശ്നങ്ങളിലും അവൻ ശിക്ഷിക്കപ്പെടുമ്പോൾ എനിക്കറിയാമായിരുന്നു അവന്റെ ഭാഗത്ത് ന്യായമുണ്ടായിരുന്നുവെന്ന്. പക്ഷെ അവന്റെ ദേഷ്യം അതാണ് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുന്നത്. മിക്കവാറും പ്രണവ് തന്നെയാണ് നിസ്സാര കാര്യങ്ങൾ പോലും വളച്ചൊടിച്ച് കംപ്ലൈന്റിലേക്ക് എത്തിക്കുന്നത്. അതൊരിക്കൽ ചോദ്യം ചെയ്യുന്നതിന് ഒരു ദിവസം മുഴുവൻ ഭക്ഷണം കഴിക്കാതെ അവൻ പ്രതിഷേധിച്ചു. ഞാൻ അവിടെ നിസ്സഹായയായി. പ്രണവ് എനിക്ക് അത്രയേറെ വിലപ്പെട്ടതായിരുന്നു. എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ജീവൻ രക്ഷിച്ച അനാഥത്വത്തിലേക്ക് ഞാൻ വലിച്ചെറിയപ്പെടും മുമ്പേ എൻ്റെ ജീവിതത്തിലേക്ക് വലിച്ചിട്ട എൻ്റെ സുഹൃത്ത്. അവനോളം പ്രധാനപ്പെട്ടതായിരുന്നില്ല എനിക്കന്ന് എൻ്റെ എബി. അന്നൊരു വൈകുന്നേരം അമ്മയും അച്ഛനും കൂടി അമ്പലത്തിൽ പോയതാണ്. കാറ് നിയന്ത്രണം വിട്ട് പാഞ്ഞ് വളരെ വലിയ ഇറക്കത്തിലേക്ക് കുതിച്ച് താഴേക്ക് തൂങ്ങിക്കിടന്നു. വായനശാലയിൽ നിന്ന് അവർക്ക് പിന്നിൽ സൈക്കിളിൽ വന്നിരുന്ന പ്രണവ് അവന്റെ ജീവൻ പണയം വെച്ചാണ് അതിനുള്ളിൽ നിന്ന് അമ്മയെ പുറത്തെടുത്ത്. അതിനുശേഷം അച്ഛനെയും. അവന്റെ മേലാസകലം പോറലുണ്ടായിരുന്നു. വെറും 16 വയസ്സുണ്ടായിരുന്ന അവൻ കാണിച്ച ആത്മധൈര്യത്തിന് നാട് മുഴുവൻ അവനെ പ്രകീർത്തിക്കുമ്പോൾ ഞാൻ അവന്റെ കാലിൽ കെട്ടിപ്പിടിച്ച് കരയുകയായിരുന്നു. അന്ന് കണ്ണു നിറച്ച് എൻ്റെ കവളിൽ തട്ടി അവൻ പറഞ്ഞത്, നീ എൻ്റെ കൂട്ടുകാരിയല്ലേടി എന്നാണ്. ആ പ്രണവിനെ, എൻ്റെ ആ കൂട്ടുകാരനെ ഞാൻ എങ്ങനെ തള്ളിപ്പറയാനാണ്, എങ്ങനെ നിഷേധിക്കാനാണ്? പക്ഷേ അവനെൻ്റെ പ്രണയമാണ്. എത്ര ശ്രമിച്ചിട്ടും ആ ചിരി കൺസിമ്മുന്നത് ഒന്നും എനിക്ക് വേണ്ടെന്ന് വെക്കാൻ കഴിയുന്നില്ല. ആ മനസ്സിലും ഞാനുണ്ടെന്ന് എന്നോ അറിയാം. പ്രണവിനോടുള്ള എൻ്റെ കടപ്പാടും സ്നേഹത്തിൻ്റെ ആഴവും അവനറിയാം. അതുകൊണ്ടാണ് ഇത്രനാൾ ഞാൻ വിഷമിക്കാതിരിക്കാൻ, എന്നെ ധർമ്മസങ്കടത്തിലാക്കാതിരിക്കാൻ എൻ്റെ മുമ്പിൽ വന്നിന്ന് ഞാനും അവൻ ആഗ്രഹിക്കുന്ന ഒരു ഏറ്റുപറച്ചിൽ സംഭവിക്കാതിരുന്നത്. പക്ഷേ ഇന്ന് ഇത്രയും ദിവസം എന്നെ കാണാഞ്ഞ് ഒരു വിവരം അറിയാഞ്ഞ് കൈവിട്ടു പോയതാവും മനസ്സ്. അല്ലെങ്കിൽ ഇന്ന് ഓരോന്ന് പറഞ്ഞെന്നെ ദേഷ്യം പിടിപ്പിക്കുകയുള്ളൂ. അകലെ നിന്ന് നോക്കി നിൽക്കും. അടുത്തെത്തുമ്പോൾ കാരണങ്ങളുണ്ടാക്കി മെക്കിട്ട് കയറും. അല്ലാതെ ഒന്നും മിണ്ടാതെ, ആരും കാണാതെ ഒന്ന് ചിരിക്കാതെ ഇരുവർക്കും കഴിയുമായിരുന്നില്ല. പ്രണവിനെ പറഞ്ഞു മനസ്സിലാക്കാനുള്ള സമയം അടുത്തെത്തിയ പോലെ തോന്നുന്നുണ്ട് എനിക്ക്. ഹൃദയം എബിയെ എൻ്റെ പാതിയായി വേണമെന്ന് ആവശ്യപ്പെടുന്നു. സുഹൃത്തും സഹോദരനുമായി പ്രണവും വേണമെന്ന് കൊതിക്കുന്നു. ക്ലാസ്സിന് മുമ്പിലെ വരാന്തയിൽ എനിക്ക് മുമ്പിൽ കൈകാട്ടി എന്നെ നോക്കാതെ ദേഷ്യവും വാശിയും ഭാവിച്ച് മറ്റെങ്ങോ നോക്കി കൈകെട്ടി നിൽക്കുന്നവനെ നെടുവീർപ്പെട്ടുകൊണ്ട് ഞാൻ നോക്കി. ചിരിയും വരുന്നുണ്ട് എനിക്ക്. പ്രണവ്, ഇത്രയും ദിവസം കൂടി കണ്ടിട്ട് എന്നെ നോക്കാൻ പോലും വയ്യ നിനക്കല്ലേ? എന്നാ ഞാൻ പോവാ. എൻ്റെ പക്ഷി എവിടെ നോക്കട്ടെ. പിണക്കം ഭാവിച്ച് തിരിയും മുമ്പേ കയ്യിൽ പിടിവീണു. എൻ്റെ ചുണ്ടിലൊരു കുഞ്ഞു ചിരി മിന്നി. അത് നീ ആ എബിനോട് സംസാരിച്ചെന്നോണ്ടല്ലേ? ആദ്യം എന്നെയും പക്ഷീനല്ലേ നീ തിരക്കേണ്ടത്? മുത്തശ്ശനും വയ്യാണ്ടിരുന്നോണ്ടല്ലേ എനിക്ക് നിന്റെ അടുത്തേക്ക് വരാൻ പറ്റാഞ്ഞ ഈ ദിവസമൊക്കെ? ഇന്ന് രാവിലെ അമ്പലത്തിൽ പോയോണ്ടല്ലേ ഒരുമിച്ച് വരാൻ പറ്റാഞ്ഞേ? അപ്പൊ കാണാൻ വേണ്ടി ഓടിപ്പിടിച്ച് വന്നപ്പോ കണ്ടത് ആ ഇഡിയറ്റിന്റെ ഒപ്പം. അപ്പൊ പിന്നെ എനിക്ക് അവന്റെ എണ്ണിപ്പറിക്കുള്ള സംസാരം കേട്ട് ഒരുപോലെ ചിരിയും സങ്കടവും തോന്നി. അത് വന്നപ്പോ എബിയെ കണ്ട് ജസ്റ്റ്. എബിയോ? അവനെ കടുപ്പിച്ചുള്ള ചോദ്യം കേട്ട് കണ്ണൂർക്കി നോക്കി അവന്റെ തലയിൽ കിഴക്ക് വെച്ച് കൊടുത്ത് ഞാൻ. എബിൻ എന്താ പോരെ, നടക്കാങ്ങോട്ട്. ക്ലാസ്സിലേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുപോകുമ്പോൾ എന്നെ നെഞ്ചു ഉലയുന്നുണ്ടായിരുന്നു. എന്നാണ് പ്രണവ്, എനിക്ക് എൻ്റെ എബിയോട് പ്രണയമാണ് നിന്നോട് പറയാനാവുക. വിങ്ങലോടെ നെഞ്ചിലേറുന്ന ഭാരത്തോടെ എബിന്റെ മുഖം ഞാൻ എൻ്റെ മനസ്സിലേക്ക് ആവാഹിച്ചു. താഴെ മുഷ്ടി ഉരുട്ടി കൈകൊടഞ്ഞ അരിശവും മനസ്സിന്റെ വേദന അടക്കാൻ ശ്രമിക്കായിരുന്നു എബിൻ. ഇന്നും പറഞ്ഞില്ലല്ലേ? പരിഹാസത്തോടെ തന്നെ നോക്കുന്ന ചിത്തുവിനെ നോക്കി ദേഷ്യം കടിച്ചു പിടിച്ചവൻ വരാന്തയുടെ ചെറിയ സ്റ്റെപ്പിലേക്ക് ഇരുന്നു. നിന്നെയൊക്കെ കൊല്ലം കുറേയിട്ട് അവൻ ചങ്കിക്കൊണ്ട് നടക്കുന്നു. എന്നിട്ട് ആ മുഖത്തോക്കി പറയാനുള്ള ധൈര്യമില്ലാതെ ഇങ്ങനെ. ഷെയിം ഓൺ യു എബി. ജിത്തു പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് അവനരിയിലേക്ക് വന്നിരുന്നു. ഉള്ള ദേഷ്യം മുഴുവൻ കൈമുഷ്ടിയിലേക്ക് ഒതുക്കി സിമെന്റ് തറയിലേക്ക് ആഞ്ഞിടിച്ചു എബിൻ. കണ്ണിറുക്കി അടച്ചു പിടിച്ച് ഒരു സെക്കൻഡിന് ശേഷം പല്ലിറുമി ജിത്തുവിന്റെ മുഖത്തേക്ക് നോക്കി. അവന്റെ അപ്പോഴത്തെ ഭാവം കണ്ട് ജിത്തു ഒന്ന് പകച്ചു. മുഖത്ത് നോക്കി ഇഷ്ടം പറയാൻ ധൈര്യമില്ലാത്തവനല്ല ഈ എബിൻ. എന്നത്തെയും പോലെ വന്നില്ലേ അവൻ, നീ കണ്ടല്ലേ? എന്നിട്ട് ഒരുമാതിരി വർത്തമാനം പറയത്. എനിക്ക് എന്റെ പെണ്ണിനെ കൺമുമ്പിലിട്ട് തരില്ല അവൻ ഒരു നിമിഷത്തേക്ക് പോലും. പ്രതികരിക്കാൻ അറിയാനിട്ടല്ല, അതവളെ കരയിപ്പിക്കും. ഒരു ധർമ്മസങ്കടത്തിലേക്ക് അവളെ വലിച്ചിടാൻ കഴിയാഞ്ഞിട്ടാ. എനിക്ക് അവള് വേദനിക്കുന്ന കാണാൻ പറ്റാഞ്ഞിട്ടാ. ഇല്ലേലും എന്നോ അവന്റെ വേണ്ടപ്പെട്ടവർക്ക് വരാൻ ചുവരിൽ നിന്ന് വടിച്ചിരിക്കേണ്ടി വന്നേനെ റാസ്കൽ. ആരെങ്കിലും തോളിൽ കൈമുഷ്ടി ആഞ്ഞുകുത്തി ദേഷ്യം കാണിക്കുന്ന എബിന്റെ തോളിൽ വലായ്മയോടെ കൈവെക്കുമ്പോൾ മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് പരിഭ്രമത്തോടെ നോക്കുന്നുണ്ടായിരുന്നു ജിത്തു. എടാ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവൾക്ക് നിന്നെ ഇഷ്ടമാണ്. പ്രണവ് നീയും ശത്രുക്കളാണെന്ന് അറിഞ്ഞിട്ടും നിന്നെ ഒഴിവാക്കാൻ അവൾക്ക് ഇന്നുവരെ കഴിഞ്ഞിട്ടില്ല, ശ്രമിച്ചിട്ടില്ല അവള്. എന്താ അതിനർത്ഥം? നിന്നെ നഷ്ടപ്പെടാൻ അവൾ ആഗ്രഹിക്കുന്നില്ലെന്നല്ലേ? പ്രണവിനോട് അവൾക്ക് തുറന്നു പറയാനല്ലേ ഉള്ളൂ. ഇത്രയേറെ അവളെ കൂടപ്പുറപ്പിനെ പോലെ സ്നേഹിക്കുന്ന അവന് അവളുടെ മനസ്സ് കാണാൻ കഴിയില്ലേ? അവനവളുടെ സന്തോഷത്തിന് മുൻതൂക്കം കൊടുക്കില്ലേ? ഓപ്പോസിറ്റ് നിൽക്കുന്നത് നീയാണെങ്കിൽ കൂടി അവളുടെ ആഗ്രഹത്തിന് വിലങ്ങുതടിയാവോ അവൻ? എന്ത് ശത്രുതയാലും നിന്നെ മറക്കാൻ അവൾക്കാവില്ലെന്നൊരു വാക്ക് പറഞ്ഞാൽ അവള് തീരില്ലേ പ്രണവിന്റെ വാശിയും നിഷേധവും? പിന്നെ എന്തുകൊണ്ടാ അവളിങ്ങനെ പേടിക്കുന്നത്? നീയും കണക്കാ അവളും കണക്കാ. ഈർഷ്യയോടെ പറയുന്ന ചിത്തൂരി നോക്കി പുച്ഛത്തോടെ ചിരിച്ചു എബിൻ. നിനക്ക് എന്തറിയടാ അവനെ കുറിച്ച്? എന്റെ പേര് അവിടെ നാവിൽ നിന്ന് കേട്ടാൽ പോലും അന്നെ ഇറങ്ങില്ല അവന്. എനിക്ക് വേണ്ടി അവൾ ഒരേ ഒരു വാക്ക് പറഞ്ഞതിന്
ഒരിക്കലുണ്ടാക്കിയ പുകിൽ ഇന്നും എൻ്റെ ഓർമ്മയിലുണ്ട്. ഒരു തുള്ളി വളർക്കാതെ പ്രതിഷേധിച്ച് ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന സ്ഥിതി വരെ സ്വയം ഉണ്ടാക്കിയെടുത്തവൻ. എന്നുള്ള ശത്രുതയുടെ ആഴം അത്രയ്ക്കും ഉണ്ടാവന്. അവൾക്ക് അവനുള്ള കടപ്പാട് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞിട്ടില്ല ഞാൻ. അവനെ കൂടപ്പിറപ്പിനെ പോലെ സ്നേഹിച്ച് അവൻ്റെ സൗഹൃദത്തെ അത്രയേറെ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് അവൾ. അതിനൊപ്പം എബിയെ ഞാൻ പ്രണയിക്കുന്നു എന്ന് പറയാനുള്ള ധൈര്യം സ്വരിക്കൂട്ടി വെക്കുന്നുണ്ട്. എനിക്കറിയാതെ. വരാന്തയിൽ നിന്ന് എഴുന്നേറ്റ് താഴേക്ക് ചാടി അടുത്തുള്ള കവുങ്ങിലേക്ക് അവൻ ചാരി നിന്നു. വിദ്യാർത്ഥികൾ മിക്കവരും ക്ലാസ്സിലേക്കാരും തിരക്കിലാണ്. ക്ലാസ് തുടങ്ങാൻ ഇനിയും സമയമുണ്ട്. ദേഷ്യവാസസ്ഥയും പ്രതിഫലിക്കുന്ന എബിന്റെ ഭാവങ്ങൾ കണ്ട് അവനെ തന്നെ നോക്കിയിരിക്കുകയാണ് ജിത്തു. പിന്നെ നീ എന്താ പറഞ്ഞു? കൂടപ്പിറപ്പിനെ പോലെ അവളെ സ്നേഹിക്കുന്നവന് അവളുടെ ആഗ്രഹവും മനസ്സും കാണാതിരിക്കാൻ പറ്റില്ല. അതിപ്പോ ഓപ്പോസിറ്റ് ഞാനാണെങ്കിൽ കൂടിയെന്നല്ലേ? ആ ചോദ്യത്തോടൊപ്പം അവന്റെ കഴുത്തിൽ തെളിഞ്ഞിരുന്ന പ്രണവിനോടുള്ള വെറുപ്പും ദേഷ്യവും അതിന്റെ ഏറ്റവും പാരമ്യതയിൽ തന്നെ എത്തിയിരുന്നു. കൂടപ്പിറപ്പ് പോലും പുച്ഛിച്ചുകൊണ്ട് പറയുമ്പോൾ അവജ്ഞതായിരുന്ന എബിയുടെ കണ്ണുകളിൽ. ഒരു ഘട്ടത്തിന് ശേഷം അവൾ ആ വാക്ക് അവനോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ടോ? ആ സമയം മാത്രം അവളുടെ മുഖത്തേക്ക് നോക്കില്ലവൻ. നോക്കാൻ കഴിയില്ലവന്. അവൻ അവളോട് അങ്ങേയറ്റം സ്നേഹമാ. കാരണം ഹീസ് ലവ്സ് ഹർ. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.